പ്രസംഗത്തിന്റെ ഇടയിൽ മൈക്കിന് തകരാറ് പറ്റുമ്പോൾ മുഖ്യമന്ത്രി ചൂടാവുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ്. അതുപോലെ തന്നെയാണ് പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ ഇടപെടലുകൾ ഉണ്ടാവുമ്പോൾ വരുന്ന കലിപ്പും. യെസ്, ഞങ്ങളുടെ മുഖ്യമന്ത്രി ഒരു കലിപ്പനാണ്. ന്യൂനപക്ഷം വിഭാഗങ്ങളായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി നടക്കാണ്. അടുത്തതായി മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം. എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കും. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം. താങ്ക് യു സാർ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അല്ല, അമ്മാതിരി കമൻറ്റ് വേണ്ട കേട്ടോ. നിങ്ങൾ ആളെ വിളിച്ചാൽ മതി. ഇന്നത്തെ മുഖാമുഖം പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട റവന്യൂ ഭവന വകുപ്പ് മന്ത്രി ശ്രീ രാജൻ അവർകളെ ആശംസകൾ നേർന്ന് സംസാരിക്കുന്നതിലേക്കായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം പിന്നെ അടിപൊളിയായിരിക്കുന്നു അറിഞ്ഞൂടെ? അതിന് അവതാരകയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടട്ടാ. എന്താണിത്, ഞങ്ങളുടെ മുഖ്യമന്ത്രിനെ അപമാനിക്കുകയാണോ? താങ്ക് യു സാർ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അല്ല, അമ്മാതിരി കമൻറ്റ് വേണ്ട കേട്ടോ. നിങ്ങൾ ആളെ വിളിച്ചാൽ മതി. ഇത് പുതിയ വിജയനായതുകൊണ്ടാണ് ഈ പറച്ചിൽ ഒതുക്കിയത്, അല്ലെങ്കിൽ കാണായിരുന്നു. കുറച്ച് നാൾ മുമ്പ് കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോയപ്പോ മുഖ്യമന്ത്രി കലിപ്പായത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അടുത്തതായി ഉപഹാര വിതരണമാണ്. ഈ കെട്ടിടത്തിന്റെ എഞ്ചിനീയർമാരായ ശരത് കിഷോർ. കണ്ടോ, ഈ അവതാരകർ ആരും ശരിയല്ല. മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചു എന്ന് കരുതി അപ്പൊ എന്നെ അടുത്ത അനൗൺസ്മെന്റ് പറയാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ മുഖ്യമന്ത്രി പറയാറുണ്ടെന്ന് അറിഞ്ഞൂടെ? ശീലങ്ങൾ നിങ്ങളായിട്ട് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ രാജാവിന് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അനുഭവിച്ചോ? ദിജേഷ് ശ്യാംലാൽ, അതുപോലെ തന്നെ കരാറുകാരൻ ഉദയൻ തെരുവത്ത് എന്നിവർക്കുള്ള ഉപഹാരം പ്രിയങ്കരനായ അയാൾക്ക് ചെവിടും കേൾക്കുന്നില്ല തോന്നുന്നു. ചെവി കേൾക്കില്ലെന്നോ? നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെയാണ്. ഞങ്ങളുടെ മുഖ്യനെ ആരെയും ആക്ഷേപിക്കാം, അപമാനിക്കാം, പൊതുമധ്യത്തിൽ വെച്ച് ചീത്തയും വിളിക്കാം. എല്ലാം മിണ്ടാതെ ഉരിയാടാതെ കേട്ട് നിന്ന് അനുസരിച്ചോണം കേട്ടല്ലോ. ശരിയായ ഏർപ്പാടല്ലേ? ഞാൻ ആളുകളോട് മാത്രല്ല താളമേളങ്ങളോടും ഞങ്ങളുടെ മുഖ്യന് ദേഷ്യാണ്. സോറി, ബ്രണ്ണൻ കോളേജിലെ ആ കർക്കശക്കാരനായ പിണറായി വിജയന് ഇപ്പോഴും മാറ്റൊന്നും വരുത്താൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ ഒരു ത്രില്ല്. മാതൃകാപരമായ സേവനം നടത്തി വരുന്ന സർക്കാർ ജീവനക്കാർക്ക് സാമൂഹ്യ സുരക്ഷ ഒരുക്കുക എന്നത് മാതൃകാ തൊഴിൽദാതാവ് എന്ന നിലയിൽ സർക്കാരിൻ്റെ കടമയാണ്. ഇപ്പോൾ എൻ്റെ സംസാരമെല്ലാം നിങ്ങൾ കേൾക്കുക. ഈ ഡ്രമ്മിൻ്റെ മുട്ടലാണെന്നുള്ളത് കൊണ്ട് കുറച്ച് നേരം ഞാൻ നിർത്താം. ആ ഡ്രമ്മിൻ്റെ മുട്ടൽ കഴിയട്ടെ, എന്നിട്ട് സംസാരിക്കും. അവന്മാർക്ക് ചെണ്ട കൂട്ടി ആഘോഷിക്കാൻ കണ്ടൊരു നേരം ഒന്ന് നിർത്തിട്ട് പോടോ. ചെണ്ടക്കെതിരെ കേസെടുത്താലുള്ള ഭവിഷ്യത്ത് അറിയാലോ. മുഖ്യമന്ത്രിക്ക് ആരോടൊക്കെയാ ദേഷ്യം, എപ്പോഴാ ദേഷ്യം വരാന്നൊന്നും മുഖ്യമന്ത്രിക്ക് തന്നെ അറിയാൻ പാടില്ല. ചിലവരുണ്ട് താരാരാധനയും കൊണ്ട് നടക്കണവര്. അതും ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് തീരെ പിടിക്കില്ല കേട്ടാ. മോഹൻലാലായിട്ട് വേദി പങ്കിട്ട ദിവസം ലാലേട്ടന്റെ ആരാധകർ എന്തായിരുന്നു സന്തോഷ പ്രകടനം. ഇതൊന്നും കണ്ടു നിൽക്കാൻ പിണറായി വിജയനെ കൊണ്ട് പറ്റില്ല. പറഞ്ഞേക്കാ, മോഹൻലാൽ എന്ന മഹാനടനെ എല്ലാവർക്കും സ്നേഹമാണ്. എല്ലാവരും അദ്ദേഹത്തെ അംഗീകരിക്കുക. ലാലേട്ടൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കാം, പക്ഷെ ആ സ്നേഹപ്രകടനം ഒന്നും മുഖ്യന്റെ മുന്നിൽ വെച്ച് വേണ്ടാട്ടാ. ഇവിടെ ഒരു ഹീറോ മതി. ആരാ? നടിപ്പിൻ നായകൻ പിണറായി വിജയൻ, അല്ലാണ്ടാര്? പക്ഷെ ഈ ഒച്ച ഇടുന്നവർക്ക് അത് മാത്രമേ ഉള്ളൂ കാര്യം. അതിനപ്പുറം ഒരു ലോകമില്ലാതാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെ ഇടക്കിടക്ക് ഒച്ചയിട്ടോടി. അണികളായാലും ആരാധകരായാലും വരച്ച വരയിൽ നിർത്തിക്കും ഞങ്ങളുടെ CM. പറഞ്ഞില്ല എന്ന് വേണ്ട, അച്ചടക്കം മസ്റ്റാണ്. അച്ചടക്കത്തിന്റെ പേരിൽ ദേഷ്യം വന്നാൽ അപ്പ ചീത്ത പറയുകയും ചെയ്യും. അത് ഞങ്ങളുടെ മുഖ്യന്റെ ഒരു ശീലമായി പോയി. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, അതിന് നിലപാടിന്റെ മുഖ്യമന്ത്രി എന്നുള്ള ലൈനിൽ പൊക്കി പറയണം. മനസ്സിലായ? കേരളത്തിൽ LDF ഗവൺമെൻറ് അധികാരത്തിലേറി ആദ്യഘട്ടത്തിൽ
ആരാധനയായാലും ആവേശമായാലും ഇതൊന്നും സഹിക്കാൻ പറ്റില്ല കേട്ടാ. എത്ര തവണ പറഞ്ഞിരുന്നു നിങ്ങൾക്ക്, ജനങ്ങളെ മനസ്സിലാക്കാൻ മുഖ്യമന്ത്രിക്ക് പറ്റണില്ലെങ്കിലും ജനങ്ങൾക്ക് മുഖ്യമന്ത്രിനെ മനസ്സിലാക്കാലോ. മുഖ്യമന്ത്രിയുടെ മൂഡ് മാറുന്നതിനനുസരിച്ച് നിങ്ങൾ പേടിച്ചടങ്ങി ഒതുങ്ങിയിരിക്കണം. ഹേ, വെറുതെ ശബ്ദം ഉണ്ടാക്കാൻ കുറേ ആളുണ്ട് തോന്നുമല്ലേ? വെറുതെ ശബ്ദം ഉണ്ടാക്കാതിരിക്കുന്നതാണല്ലേ. ഒരു യോഗത്തിൽ അതിൻ്റെതായ അച്ചടക്കം പാലിച്ചിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. എന്തും കാണിക്കാനുള്ള ഒരു വേദിയാണ് യോഗം എന്ന് കരുതരുത്. ഒരക്ഷരം മിണ്ടാൻ പറ്റില്ല. മൂക്കിന്റെ തുമ്പത്താ ദേഷ്യം. പിന്നെ വേറെ ചിലവരുണ്ട്, CM ഇരിക്കണ വേദിയിൽ CM-നേക്കാൾ കൂടുതൽ പ്രസംഗിക്കുന്നവര്. അതും ഞങ്ങളുടെ മുഖ്യനെ അംഗീകരിച്ച് തരാൻ പറ്റില്ല. എത്ര വലിയ മന്ത്രി ആയാലും മുഖ്യം കഴിഞ്ഞിട്ടല്ലേ ആരുള്ളൂ, അങ്ങനെ കരുതിയാൽ മതി. എത്രയോ വലിയ ജൈത്രയാത്രയാണ് ഊരാളുങ്കലിനെ കുറിച്ച് കുറച്ച് വിശദമായിട്ട് തന്നെ പറഞ്ഞു കളിയാന്നുള്ള ധാരണയിലാണ് ഞാൻ വന്നിരുന്നത്. നമ്മുടെ അധ്യക്ഷന്റെ പ്രസംഗം എല്ലാ ഭാഗവും സ്പർശിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. വളരെ കൂടുതൽ കാര്യങ്ങൾ ആദ്യം പറഞ്ഞ ഭാഗം കൂടി കണക്കിലെടുത്തുകൊണ്ട് പോകേണ്ടതില്ല എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. വേണ്ട വേണ്ട, തലയിരിക്കുമ്പോ വാലാറണ്ട. ആശാൻ മുമ്പിൽ നടക്കും, ശിഷ്യ പിറകെ നടന്നാൽ മതി. മേലാൽ ഓവർടേക്ക് ചെയ്യരുത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിലെ അവതാരകയോടാണ് നല്ല പ്രസംഗം ഒന്നും പറയണ്ടാട്ടാ. ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ CM-ന് ദേഷ്യം വരും. അതുകൊണ്ടാ വിട്ടേക്ക്. എന്തേ സംശയണ്ടാ? ഒന്നും കൂടെ കേൾപ്പിച്ചുതരാം. ഇന്നത്തെ മുഖാമുഖം പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട റവന്യൂ ഭവന വകുപ്പ് മന്ത്രി ശ്രീ രാജൻ അവർകളെ ആശംസകൾ. വ്യക്തവും സ്പഷ്ടമായിട്ട് കേട്ടല്ലോ. വെറുതെ വേണ്ടാത്തത് പറയണ്ടാന്ന്. നല്ല പ്രസംഗം പോലും അല്ല. പിന്നെ ഒരു കാര്യം ചെയ്യാം, ഒരു പരിപാടി നടത്തുമ്പോൾ അതിന്റെ സംഘാടനവും ആങ്കറിങ്ങും സ്വാഗത പ്രസംഗവും ഒക്കെ മുഖ്യമന്ത്രി തന്നെ നടത്തട്ടെ. അപ്പോൾ പ്രശ്നം തീർന്നില്ലേ? എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.